MG സെറ്റിന്റെ ഭാഗങ്ങളും ടെർമിനലുകളും തിരിച്ചറിയുക. എല്ലാവർക്കും നമസ്കാരം. MG സെറ്റിന്റെ ഭാഗങ്ങളും ടെർമിനലുകളും തിരിച്ചറിയുന്നതിനുള്ള ഇലക്ട്രീഷ്യൻ പ്രാക്ടിക്കൽ സെഷനുകളുടെ പ്രോസസ്സാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ലക്ഷ്യങ്ങൾ: ഈ സെഷന്റെ അവസാനം നിങ്ങൾ ഇനിപ്പറയുന്നവ ചെയ്യാൻ പ്രാപ്തരായിരിക്കും. MG സെറ്റിന്റെ നെയിം പ്ലേറ്റിലെ വിശദാംശങ്ങൾ വായിക്കുകയും വിശദീകരിക്കുകയും ചെയ്യുക. ടെസ്റ്റ് ലാമ്പ് രീതി ഉപയോഗിച്ച് DC മെഷീന്റെ വൈൻഡിങ്ങുകളുടെ ടെർമിനലിന്റെ ജോഡികൾ നിർണ്ണയിക്കുക. അവയുടെ ഭാഗങ്ങൾ തിരിച്ചറിയുകയും അവയുടെ പേരുകൾ എഴുതുകയും ചെയ്യുക. ഉപകരണങ്ങൾ: ഇൻസ്ട്രുമെന്റുകൾ, ഇൻസുലേറ്റഡ് കോമ്പിനേഷൻ പ്ലയർ 200 മില്ലിമീറ്റർ ഒരെണ്ണം, സ്ക്രൂ ഡ്രൈവറുകൾ 150 മില്ലിമീറ്റർ ഒരെണ്ണം, ഡബിൾ എൻഡ് സ്പാനർ സെറ്റ് 5 മില്ലിമീറ്റർ മുതൽ 20 മില്ലിമീറ്റർ വരെ ഒരു സെറ്റ്. ഉപകരണങ്ങൾ: യന്ത്രങ്ങൾ, 3 ഫേസ് സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടോർ 5 HP 500 വോൾട്ട് 50 ഹെർട്സ് DOL സ്റ്റാർട്ടറുള്ളത് ഒരെണ്ണം, ഫീൽഡ് റെഗുലേറ്ററുള്ള DC ഷണ്ട് ജനറേറ്റർ 5 കിലോവാട്ട് 220 വോൾട്ട് ഒരെണ്ണം. മെറ്റീരിയലുകൾ: PVC ഇൻസുലേറ്റഡ് കേബിൾ 3, 20 അല്ലെങ്കിൽ 660 വോൾട്ട് ഗ്രേഡ് 5 മീറ്റർ, കിക്കാറ്റ് ഫ്യൂസ് 250 വോൾട്ട് 16 ആംപിയർ ഒരെണ്ണം, പെൻഡന്റ് ലാമ്പ് ഹോൾഡർ 250 വോൾട്ട് 6 ആംപിയർ ഒരെണ്ണം, SP സ്വിച്ച് ഒരെണ്ണം, BC ലാമ്പ് 40 വാട്ട് 250 വോൾട്ട് ഒരെണ്ണം, ഫ്യൂസ് വയർ 5 ആംപിയർ ആവശ്യാനുസരണം. ടാസ്ക് 1: ഒരു MG സെറ്റിന്റെ മോട്ടോറിന്റെ പാർട്സ് ടെർമിനലുകൾ തിരിച്ചറിയുക. തന്നിരിക്കുന്ന 3 ഫേസ് സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടോറിന്റെ നെയിം പ്ലേറ്റിലെ വിശദാംശങ്ങൾ വായിച്ച് മനസ്സിലാക്കി പട്ടിക 1 ലേതുപോലെ രേഖപ്പെടുത്തുക. പട്ടിക 1: നെയിം പ്ലേറ്റിലെ വിശദാംശങ്ങൾ. ഒരു 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടോറിന്റെ ടെർമിനലുകളുടെ ഐഡന്റിഫിക്കേഷൻ. യഥാർത്ഥ വസ്തുവിൽ നിന്നോ എക്സ്പ്ലോർഡ് വ്യൂ ചാർട്ടിൽ നിന്നോ AC സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടോറിന്റെ ഭാഗങ്ങൾ തിരിച്ചറിയുക. ഫാൻ ഗാർഡ്, ഫാൻ, എൻഡ് ഷീൽഡ്, എൻഡ് ഷീൽഡ്, ഷാഫ്റ്റ്, ടെർമിനൽ ബോക്സ്, റോട്ടർ, സ്റ്റേറ്റർ, ബെയറിംഗ്. ഓരോ ഭാഗങ്ങളും നമ്പർ ഉപയോഗിച്ച് ലേബൽ ചെയ്തിട്ട് ഭാഗങ്ങളുടെ പേരെഴുതുക. റോട്ടർ, ഷാഫ്റ്റ്, ഫാൻ, ഫാൻ ഗാർഡ്, സ്റ്റേറ്റർ, ടെർമിനൽ ബോക്സ്, എൻഡ് ഷീൽഡ്, ബെയറിംഗ്. ടാസ്ക് 1: ഒരു MG സെറ്റിന്റെ മോട്ടോറിന്റെ പാർട്സ് ടെർമിനലുകൾ തിരിച്ചറിയുക. ഓരോ ഭാഗങ്ങളും നമ്പർ ഉപയോഗിച്ച് ലേബൽ ചെയ്തിട്ട് ഭാഗങ്ങളുടെ പേരെഴുതുക. ശ്രേണിയിലുള്ള 2 ലാമ്പുകളുടെ സഹായത്തോടെ 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടോറിന്റെ ടെർമിനലുകൾ തിരിച്ചറിയുക. ഒരു 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടോറിന്റെ ടെർമിനലുകളുടെ ഐഡന്റിഫിക്കേഷൻ. ത്രീ ഫേസ് ഇൻഡക്ഷൻ മോട്ടോറിന്റെ ടെർമിനലുകൾ തിരിച്ചറിയുക. ലാമ്പുകൾ ചിത്രം ഇൽ കാണിച്ചിരിക്കുന്നതുപോലെ തെളിച്ചമുള്ളതാണെങ്കിൽ ലിങ്ക് ചെയ്ത അറ്റങ്ങൾ സമാനമായ അറ്റങ്ങളാണ്. ലാമ്പിന്റെ അവസ്ഥ നിരീക്ഷിക്കുകയും ടെർമിനലുകളുടെ പേര് എഴുതുകയും ചെയ്യുക.
ലാമ്പുകൾ ചിത്രം ഇൽ കാണിച്ചിരിക്കുന്നതുപോലെ തെളിച്ചമുള്ളതാണെങ്കിൽ ലിങ്ക് ചെയ്ത അറ്റങ്ങൾ സമാനമായ അറ്റങ്ങളാണ്. ഉദാഹരണത്തിന് ലിങ്ക് ചെയ്തിരിക്കുന്ന അറ്റം U1 V1 ലാമ്പുകൾ ചിത്രമിൽ കാണിച്ചിരിക്കുന്നതുപോലെ മങ്ങിയതാണെങ്കിൽ ലിങ്ക് ചെയ്ത അറ്റങ്ങൾ സമാനമല്ലാത്ത അറ്റങ്ങളാണ്. ഉദാഹരണത്തിന് ലിങ്ക് ചെയ്തിരിക്കുന്ന അറ്റം U1 V2 ടാസ്ക് 2 MG സെറ്റിന്റെ DC ജനറേറ്ററിന്റെ ടെർമിനലുകൾ തിരിച്ചറിയുക. തന്നിരിക്കുന്ന DC ജനറേറ്ററിന്റെ നെയിം പ്ലേറ്റിലെ വിശദാംശങ്ങൾ വായിച്ചു മനസ്സിലാക്കി പട്ടിക ഇൽ രേഖപ്പെടുത്തുക. വിളക്ക് കൂടുതൽ തിളങ്ങുന്ന ടെർമിനലുകൾ സീരീസ് ഫീൽഡ് വിൻഡിംഗിൽ പെടുന്നു. വിളക്ക് മങ്ങിയതായി പ്രകാശിക്കുന്ന ടെർമിനലുകൾ ഷണ്ട് ഫീൽഡ് വൈൻഡിംഗിൽ പെടുന്നു. വിളക്ക് കൂടുതൽ തെളിച്ചമുള്ള ടെർമിനലുകൾ ആർമേച്ചർ ടെർമിനലുകളുടേതാണ്. DC ജനറേറ്ററിന്റെ ടെർമിനലുകൾ തിരിച്ചറിയുക. ഒരു DC മെഷീന്റെ തിരിച്ചറിയൽ ടെർമിനലുകളിൽ വിശദീകരിച്ചിരിക്കുന്നതുപോലെ ലേബൽ ചെയ്യുക. MG സെറ്റിന്റെ നെയിം പ്ലേറ്റിലെ വിശദാംശങ്ങൾ വായിക്കുകയും വിശദീകരിക്കുകയും ചെയ്യുക. ടെക്സ്റ്റ് ലാമ്പ് രീതി ഉപയോഗിച്ച് DC മെഷീന്റെ വൈൻഡിങ്ങുകളുടെ ടെർമിനലുകളിലെ ജോഡികൾ നിർണ്ണയിക്കുക. അവയുടെ ഭാഗങ്ങൾ തിരിച്ചറിയുകയും അവയുടെ പേരുകൾ എഴുതുകയും ചെയ്യുക. നിങ്ങൾക്ക് ഈ സാങ്കേതിക പ്രക്രിയയെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.